Hi friends, welcome to E3 Vlogs. E3 Vlogsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡ് എങ്ങനെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം എന്തില്ല നമ്മൾ ഇവൻറ്റ്സുകളൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഈവൻ കല്യാണങ്ങളാണെങ്കിലും ഒരു ലിമിറ്റഡ് ആളെ വെച്ചിട്ടാണ് കല്യാണങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ മുമ്പൊക്കെ നമ്മൾ കാർഡുകളായിരുന്നു കൊടുത്തിരുന്നത്. ഈ ബർത്ത്ഡേ കാർഡ് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കാർഡുകൾ ഒക്കെ കാർഡ് രൂപത്തിലായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ എല്ലാം അത് സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ രൂപത്തിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കാലഘട്ടത്തിലും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആപ്പ് സ്റ്റോറിലും പിന്നെ ഈ പറയുന്ന പോലെ ആപ്പിൾ സ്റ്റോറിലും എല്ലാത്തിലും പ്ലേ സ്റ്റോറിലും എല്ലാം ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ പല ആപ്ലിക്കേഷൻസും എന്താണ് പെയ്ഡാണ്, അല്ലെങ്കിൽ അവരെ വാട്ടർമാർക്ക് അതിൽ വരും. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതായത് ഒരുപാട് അൺലിമിറ്റഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങൾ ഫോൺ എടുക്കുക. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ഐലൻഡ് എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. ഓപ്പൺ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും മുകളിൽ. അതായത് ഇൻവിറ്റേഷൻസ്, ദെൻ ഈ റൈറ്റ് സൈഡിൽ ഗ്രീറ്റിംഗ് കാർഡ്സ്. രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇൻവിറ്റേഷൻ ചെയ്യാനുള്ളത്, ഒന്ന് ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ ഇൻവിറ്റേഷനിൽ വന്നാൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ബർത്ത്ഡേ ഇൻവിറ്റേഷൻ, വെഡ്ഡിങ്, പാർട്ടി, ദെൻ ബേബി ഷവർ, ഹോളിഡേ, ജനറൽ, അങ്ങനെ ഒരുപാട് എന്തുണ്ട് ഇൻവിറ്റേഷൻ കാർഡുകൾ. ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി കഴിയും. എൻഗേജ്മെൻറ്റ് ഡേ, ഗ്രാജുവേഷൻ ഡേ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടി ജനിച്ചത് മുതൽ നമ്മൾ ആഘോഷങ്ങളാണ്. ഒരു കുട്ടി ജനിച്ച് ബർത്ത്ഡേ മുതൽ എല്ലാം ഷഷ്ടിപൂർത്തിയും എല്ലാം ആഘോഷങ്ങളുടെ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതിൽ ബ്രൈഡൽ ഷവർ, പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ബേബി ഷവർ. അപ്പോൾ അത് എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത അതെല്ലാം ഇതിൽ ഡിഫോൾട്ടായിട്ട് ടെംപ്ലേറ്റ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കാണിച്ചു തരാം. സ്ക്രോൾ ചെയ്ത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു വെഡ്ഡിങ് കാർഡ് ഡിസൈൻ ചെയ്യുന്നതാണ്. വെഡ്ഡിങ്ങിൽ വരുമ്പോൾ ബാച്ചിലർ പാർട്ടി, ദെൻ അങ്ങനെ ഒരുപാട് മുകളിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ വേണ്ടി കഴിയും. താഴേക്ക് വരും തോറുന്നുണ്ട് ഒരുപാട് ഡിഫോൾട്ട് ടെംപ്ലേറ്റ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ ടെംപ്ലേറ്റുകൾ, കുറച്ചധികം ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരുപാട് താഴെ ഉണ്ട്. ഞാൻ കുറച്ച് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ. കാരണം താഴേക്ക് പോകും തോറും കൺഫ്യൂഷൻ ആവുകയാണ്. ഏത് കാര്യമായാലും ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുപോലെ തന്നെയാണ് ഇത്. ഒരുപാട് ഓപ്ഷൻസ് വരുമ്പോഴേ നമുക്ക് കൺഫ്യൂഷൻ ആവും ഏത് സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായി തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇമേജ് ഉള്ളതാണെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ അവർ പറയും ആഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിലുള്ള ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇമേജുള്ള ചെയ്യുന്നില്ല. താഴേക്ക് നോക്കുക, ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നത് എനിക്കൊരു ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇതെല്ലാം ഫ്രീ ആണ്, ഫ്രീ ടു യൂസ് ആണ്. ഇത് ഓക്കെ, താഴെ വരിക. ഓക്കെ, ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വിൻഡോയിൽ പോകും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് ഇതിലുള്ള ടെക്സ്റ്റുകളെല്ലാം എഡിറ്റബിൾ ആണ്. ഇതിലുള്ള എല്ലാ ടെക്സ്റ്റ്, ഈച്ച് ആൻഡ് എവറിത്തിങ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഫിക്സ്ഡ് ആയിരിക്കും. ദെൻ എന്താണ് എഡിറ്റ് ചെയ്യുക, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, പേര് ചേഞ്ച് ചെയ്യുക. താഴെ കാണുന്ന അപ്ഡേറ്റ് എന്ന് കാണുന്നു, അത് ക്ലിക്ക് ചെയ്താൽ അപ്ഡേറ്റ് ആയി. ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ഓരോ സാധനങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഏത് ഐറ്റമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ആ ഐറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വേർഡാണ് വേർഡ്, ആ വേർഡിൻ്റെ പ്രോപ്പർട്ടീസ് താഴെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് എഡിറ്റ്, ഫോണ്ട്, സൈസ്, കളറ്, അലൈന്, ഇങ്ങനെ 5 ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക താഴെ കിട്ടും. അപ്പോൾ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാൻ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യുക, സൈസ് മാറ്റണമെങ്കിൽ സൈസ് മാറ്റുക, ഫോണ്ട് സ്റ്റൈൽ മാറ്റണം അങ്ങനെ ചെയ്യുക, അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാം നിങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ഇമേജ്, ഷെയർ ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ സേവ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഇത് നിങ്ങളെ ഫോണിലെ ഗാലറിയിൽ സേവ് ആയി. അപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതാ ഗാലറി വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് വേറെ ചെയ്തതാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ വേറെ കുറച്ച് ആപ്ലിക്കേഷൻസും കൂടി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ ഫ്രീ ആണെങ്കിൽ കൂടെ അതിൻ്റെ വാട്ടർ മാർക്സ് എന്തുണ്ട് താഴെ വരുന്നുണ്ട്. ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന അവരെ ഡീറ്റെയിൽസ് താഴെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഓക്കെ,
അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.